യൂറിന്റെ കെമിക്കൽ എക്സാമിനേഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത്. അതിന്റെ തുടർച്ചയായിട്ട് കീറ്റോൺ ബോഡീസ്, ബൈൽ പിഗ്മെന്റ്സ് എന്നിവയുടെ ഡിറ്റക്ഷൻ ആണ് ഈ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത്. Ketone bodies are produced due to incomplete catabolism of lipids. നമ്മുടെ ശരീരം പെട്ടെന്നുള്ള എനർജി ആവശ്യങ്ങൾക്ക്, ഊർജ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഗ്ലൂക്കോസ് പോലുള്ള കാർബോഹൈഡ്രേറ്റുകളെയാണ്. ലിപ്പിഡ് അഥവാ കൊഴുപ്പ് ശരീരം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. പെട്ടെന്നുള്ള എനർജി ആവശ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ലിപ്പിഡിനെ ശരീരം ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഏതെങ്കിലും രീതിയിൽ കാർബോഹൈഡ്രേറ്റ് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അടുത്തതായി ശരീരം എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത് കൊഴുപ്പ് അഥവാ ലിപ്പിഡ്സിനെ ആയിരിക്കും. വളരെ വലിയ അളവിൽ കൊഴുപ്പിനെ മൊബിലൈസ് ചെയ്യുമ്പോൾ, ഉപയോഗപ്പെടുത്തുമ്പോൾ പൂർണ്ണമായിട്ടും അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത ഒരവസ്ഥ, അതായത് ഇൻകംപ്ലീറ്റ് കാറ്റബോളിസം. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ മെറ്റബോളിസത്തിലെ അപചയ പ്രവർത്തനത്തിനെയാണ് നാം കാറ്റബോളിസം എന്ന് പറയുക. കൊഴുപ്പിനെ വിഘടിപ്പിച്ച് ഏറ്റവും അവസാനം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയാക്കി മാറ്റുക. അതാണ് കംപ്ലീറ്റ് കാറ്റബോളിസത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ ലാർജ് എമൗണ്ട്, ഒരുപാട് എമൗണ്ട് കൊഴുപ്പ് നമ്മുടെ ശരീരം മൊബിലൈസ് ചെയ്യുമ്പോൾ ഇത് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നത് കാർബോഹൈഡ്രേറ്റിനെ ശരിയായ രീതിയിൽ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ. ആ അവസ്ഥയിൽ കൊഴുപ്പ് വളരെയധികം മൊബിലൈസ് ചെയ്യുമ്പോൾ അതിനെ പൂർണ്ണമായി ഓക്സിഡൈസ് ചെയ്യാൻ നമ്മുടെ മെറ്റബോളിക് സിസ്റ്റത്തിന് കഴിയാതെ വരുന്നു. അതിന്റെ ഫലമായി ചില പ്രോഡക്റ്റുകൾ നമ്മുടെ ബ്ലഡിലേക്ക് കലരുന്നു. അത്തരത്തിലുണ്ടാകുന്ന പ്രോഡക്റ്റുകളെയാണ് നമ്മൾ കീറ്റോൺ ബോഡികൾ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കൊഴുപ്പിനെ പൂർണ്ണമായ രീതിയിൽ മെറ്റബോളൈസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റുകളെയാണ് നാം കീറ്റോൺ ബോഡികൾ എന്ന് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട കീറ്റോൺ ബോഡികൾ അസറ്റോൺ, അസറ്റോ അസറ്റിക് ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ്. ഈ വസ്തുക്കൾ ബ്ലഡിലേക്ക് കലരുമ്പോൾ നമ്മൾ അതിനെ കീറ്റോണീമിയ എന്ന് പറയും. ബ്ലഡിൽ കലരുന്ന ഈ കീറ്റോൺ ബോഡീസ് യൂറിനിൽ കൂടി പുറത്തേക്ക് വരുന്നതാണ് കീറ്റോണ്യൂറിയ. കീറ്റോണ്യൂറിയ ഈസ് ദ പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ. നോർമൽ ആയിട്ട് കീറ്റോൺ ബോഡീസ് യൂറിനിൽ കാണാൻ സാധ്യത കുറവാണ്. അതിനുള്ള കാരണം ശരീരം എനർജിക്ക് വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റിനെയാണ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുക. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ലിപ്പിഡ് അഥവാ കൊഴുപ്പിനെ ഉപയോഗിക്കുന്നുള്ളൂ. കുറഞ്ഞ അളവിൽ കൊഴുപ്പിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മെറ്റബോളിക് പാത്വേസിന് അതിനെ പൂർണ്ണമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും ആക്കി മാറ്റാൻ പറ്റും. ആ ഒരു സാഹചര്യത്തിൽ കീറ്റോൺ ബോഡീസ് ശരീരത്തിൽ ഉണ്ടാകുന്നില്ല. പക്ഷെ ചില കണ്ടീഷൻസിൽ കീറ്റോൺ ബോഡീസ് ഉണ്ടാകുന്നു. അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തതാണ് ഡയബറ്റിസ് മെലിറ്റസ്, പ്രമേഹം എന്ന് പറയുന്ന രോഗം. ഡയബറ്റിസ് മെലിറ്റസിൽ നമ്മുടെ ശരീരത്തിന് ഗ്ലൂക്കോസിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വരുന്നു. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമ്മളുടെ കോശങ്ങൾക്ക് ഗ്ലൂക്കോസിനെ മെറ്റബോളൈസ് ചെയ്ത് എനർജിയാക്കി മാറ്റാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ. തൽഫലമായിട്ട് ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കൂടുന്നു. ആ രോഗത്തിനാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുക. അപ്പൊ പ്രമേഹത്തില് എനർജി ആവശ്യങ്ങൾക്ക് ഗ്ലൂക്കോസിനെ നമ്മുടെ ശരീരത്തിന് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു. ആ സാഹചര്യത്തിൽ ശരീരം ചെയ്യുന്നത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലിപ്പിഡിനെ എനർജി പർപ്പസിന് വേണ്ടിയിട്ട് മൊബിലൈസ് ചെയ്യുന്നു. ഇപ്പൊ ലാർജ് എമൗണ്ട് ലിപ്പിഡിനെ മൊബിലൈസ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അതിനെ പൂർണ്ണമായി, പരിപൂർണമായി ഓക്സിഡൈസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെ അപൂർണമായ ലിപ്പിഡ് മെറ്റബോളിസത്തിന്റെ പ്രോഡക്റ്റുകളാണ് കീറ്റോൺ ബോഡികളായ അസറ്റോൺ, അസറ്റോ അസറ്റിക് ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ്. ആയതിനാൽ ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹ രോഗത്തിൽ യൂറിനിൽ കീറ്റോൺ ബോഡീസ് കാണപ്പെടുന്നു. പലപ്പോഴും മൈൽഡ് ഡയബറ്റിസ് മെലിറ്റസിൽ കാണാറില്ല. സിവിയർ ആയിട്ടുള്ള ഡയബറ്റിസ് മെലിറ്റസിലാണ് കീറ്റോൺ ബോഡീസ് യൂറിനിൽ കാണുക. കാരണം സിവിയർ ഡയബറ്റിസ് മെലിറ്റസിലാണ് ഗ്ലൂക്കോസിന്റെ ഉപയോഗം തീരെ ശരീരത്തിന്
പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാതെ വരികയും ഗ്ലൂക്കോസ് ബ്ലഡിൽ വൻതോതിൽ ഉയർന്നു വരികയും ചെയ്യുക. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലിപ്പിഡുകളെ എനർജി പർപ്പസിന് മൊബിലൈസ് ചെയ്യും. അങ്ങനെയാണ് കീറ്റോൺ ബോഡീസ് യൂറിനിൽ കാണപ്പെടുക. രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സ്റ്റാർവേഷൻ, പട്ടിണി കിടക്കുമ്പോൾ ശരീരം ക്ഷീണിക്കുന്നത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ശരീരം ക്ഷീണിക്കാനായിട്ടുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കൊഴുപ്പിനെ, ലിപ്പിഡുകളെ എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ലാർജ് എമൗണ്ട് ലിപ്പിഡ്സിനെ അങ്ങനെ ഉപയോഗപ്പെടുത്തും. സ്വാഭാവികമായിട്ടും നമ്മുടെ മെറ്റബോളിക് സിസ്റ്റത്തിന്, മെറ്റബോളിക് പാത്വേസ് അതിന്റെ നോർമൽ കോഴ്സിൽ താങ്ങാൻ പറ്റാത്ത രീതിയിൽ ലിപ്പിഡിനെ മൊബിലൈസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കീറ്റോൺ ബോഡീസ് ധാരാളമായിട്ട് ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടും. അത് സ്വാഭാവികമായിട്ടും യൂറിനിൽ കൂടെ വരും. ആ കണ്ടീഷൻ നമ്മൾ കീറ്റോൺ യൂറിയ എന്ന് പറയുന്നു. അപ്പൊ കീറ്റോൺ ബോഡീസ് യൂറിനിൽ കാണാൻ സാധ്യതയുള്ള രണ്ട് കണ്ടീഷൻസ്, ഒന്ന് അൺകൺട്രോൾഡ് അല്ലെങ്കിൽ സിവിയർ ഡയബറ്റിസ് മെലിറ്റസും, രണ്ടാമത്തത് സ്റ്റാർവേഷനുമാണ്. കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡുകൾ, കോമൺ ആയിട്ട് റൂട്ടീനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് റൊത്തേറാസ് ടെസ്റ്റ് ആണ്. മറ്റൊന്ന് നമുക്ക് റിയേജന്റ് സ്ട്രിപ്പ് ടെസ്റ്റുകൾ, കീറ്റോസ്റ്റിക്സ് എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന റിയേജന്റ് സ്ട്രിപ്പ് ടെസ്റ്റുകളും കീറ്റോൺ ബോഡീസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. റൊത്തേറാസ് ടെസ്റ്റ്, അതിന്റെ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. കീറ്റോൺ ബോഡീസ് ഫോം പർപ്പിൾ കളേർഡ് കോംപ്ലക്സ് വിത്ത് സോഡിയം നൈട്രോപ്രോസൈഡ് ഇൻ ആൽക്കലൈൻ മീഡിയം. ഒരു ആൽക്കലൈൻ മീഡിയം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആ ആൽക്കലൈൻ മീഡിയത്തിൽ കീറ്റോൺ ബോഡീസ് സോഡിയം നൈട്രോപ്രോസൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് ഒരു പർപ്പിൾ കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പൊ പർപ്പിൾ കളർ വന്നു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് പോസിറ്റീവ് നമ്മൾ മനസ്സിലാക്കും. പ്രൊസീജിയർ നമുക്ക് നോക്കാം. ടേക്ക് 5 ml ഓഫ് ഫ്രഷ് യൂറിൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഫ്രഷ് യൂറിൻ എന്ന് പ്രത്യേകം പറയാനായിട്ടുള്ള കാരണം കീറ്റോൺ ബോഡീസ് അൺസ്റ്റേബിൾ ആണ്. നമ്മൾ യൂറിൻ കുറെ സമയം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വൈകി കഴിഞ്ഞാൽ ഈ കീറ്റോൺ ബോഡീസ് ഡിസോസിയേറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്രഷ് യൂറിൻ ആണ് നമ്മൾ ഇപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ്, സാച്ചുറേറ്റ് ദ യൂറിൻ വിത്ത് അമോണിയം സൾഫേറ്റ്. അമോണിയം സൾഫേറ്റ് ഉപയോഗിച്ച് യൂറിനെ സാച്ചുറേറ്റ് ചെയ്യുക. സാച്ചുറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരമാവധി ഡിസോൾവ് ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് അൺഡിസോൾവ് ആയിട്ട് ബാക്കി വരുന്നതിനും വരെ കണ്ടിന്യൂസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് സാച്ചുറേറ്റഡ് ആകുക. അതായത് അമോണിയം സൾഫേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യുന്നു, വീണ്ടും ആഡ് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യുന്നു. മാക്സിമം പരിധി കഴിഞ്ഞ് ഇനി ഡിസോൾവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതിനാണ് നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ, ആഡ് സ്മോൾ എമൗണ്ട് ഓഫ് സോഡിയം നൈട്രോപ്രോസൈഡ്. സോഡിയം നൈട്രോപ്രോസൈഡ് ക്രിസ്റ്റൽസ് ആയിട്ട് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ അതിനെ നമുക്ക് സൊല്യൂഷൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഒന്നുകിൽ ക്രിസ്റ്റൽ ആഡ് ചെയ്തിട്ട് ആ ക്രിസ്റ്റലിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുക, അതല്ലെങ്കിൽ 2 to 3 ഡ്രോപ്പ് സൊല്യൂഷൻ, സോഡിയം നൈട്രോപ്രോസൈഡിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്യുക. മിക്സ് വെൽ ആൻഡ് ആഡ് ലിക്കർ അമോണിയ drop by drop through the sides of test tube. സോഡിയം നൈട്രോപ്രോസൈഡ് ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിനു ശേഷം ടെസ്റ്റ് ട്യൂബ് അല്പം ചരിച്ചു പിടിച്ച് ലിക്കർ അമോണിയ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ കൂടി ആഡ് ചെയ്യുക. ഒബ്സർവ് ദ ഫോർമേഷൻ ഓഫ് പർപ്പിൾ റിംഗ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ടു ലിക്വിഡ്സ്. ടു ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സാച്ചുറേറ്റ് ചെയ്ത യൂറിനിലേക്ക് നമ്മൾ സോഡിയം നൈട്രോപ്രോസൈഡ് ഓൾറെഡി ആഡ് ചെയ്തു. അതിലേക്ക് നമ്മൾ പിന്നീട് ആഡ് ചെയ്യുന്നത് ലിക്കർ അമോണിയ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട്. അപ്പൊ ഈ അമോണിയ ഒരു ലെയർ ആയിട്ട് ഇതിന്റെ മുകളിൽ ഫോം ചെയ്യും. അപ്പൊ ഈ അമോണിയ ലെയറിനും താഴെയുള്ള യൂറിൻ ലെയറിനും ഇടയിൽ ആ ഗ്യാപ്പിൽ ഒരു പർപ്പിൾ റിംഗ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ടെസ്റ്റ് പോസിറ്റീവ് ആണ് എന്നാണ്. അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്. നെഗറ്റീവ് ആണെങ്കിൽ ഇതേപോലെ പർപ്പിൾ റിംഗ് ഒന്നും ഉണ്ടാവില്ല. പോസിറ്റീവ് ആണെങ്കിൽ ഈ രണ്ട് സൊല്യൂഷൻ, രണ്ട് ലെയർ ചേരുന്ന ഭാഗത്ത് ഒരു പർപ്പിൾ കളേർഡ് റിംഗ് ഫോം ചെയ്യും. അപ്പൊ റിംഗ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും. റിയേജന്റ് സ്ട്രിപ്പിലാണെങ്കിൽ റിയേജന്റ് സ്ട്രിപ്പിന്റെ ഒരു റിപ്പോർട്ടിംഗ് ആണ്. കളറിന്റെ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ട് കോൺസെൻട്രേഷൻ കൂടി റിപ്പോർട്ട് ചെയ്യാൻ പറ്റും.
നെഗറ്റീവിന്റെ കളർ ശ്രദ്ധിക്കുക. 5 മില്ലിഗ്രാം, 15, 14, 80, 160 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. റിയേജന്റ് സ്ട്രിപ്പിൽ ഉണ്ടാകുന്ന കളർ കമ്പയർ ചെയ്തിട്ട് ഒരു സെമി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇന്നത്തെ രണ്ടാമത്തെ ടെസ്റ്റ് ഡിറ്റക്ഷൻ ഓഫ് ബൈൽ പിഗ്മെന്റ്സ് എന്നുള്ളതാണ്. Bile pigments are produced by catabolism of hemoglobin. ഹീമോഗ്ലോബിൻ എന്താണെന്ന് ഫസ്റ്റ് ഇയറിൽ നാം വിശദമായി പഠിച്ചതാണ്. RBCക്കുള്ളിൽ കാണുന്ന ഓക്സിജൻ ക്യാരിയിങ് മോളിക്യൂളുകളാണ് ഹീമോഗ്ലോബിൻ. RBCയുടെ നോർമൽ ലൈഫ് സ്പാൻ 120 ദിവസം, ആവറേജ് 120 ഡേയ്സ് ആണ്. ഇതിനുശേഷം RBCക്ക് അതിന്റെ നോർമൽ ഷേപ്പിന് മാറ്റം സംഭവിക്കുകയും അങ്ങനെ ഷേപ്പിന് മാറ്റം സംഭവിച്ച RBCയെ സ്പ്ലീൻ എന്ന് പറയുന്ന അവയവം ഫിൽട്ടർ ചെയ്യുന്നു. ഈ സ്പ്ലീനിൽ വെച്ച് RBCയെ ബ്രേക്ക് ചെയ്ത് ഹീമോഗ്ലോബിൻ RBCക്കുള്ളിൽ നിന്ന് പുറത്തു വരുന്നു. ഈ ഹീമോഗ്ലോബിനെ സ്പ്ലീനിൽ വെച്ച് എൻസൈമുകൾ ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു വസ്തുവാക്കി മാറ്റും. ഒരു മോളിക്യൂളാണ് ബിലിറൂബിൻ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഹീമോഗ്ലോബിനെ അപചയപ്പെടുത്തി കഴിഞ്ഞാൽ, കാറ്റബോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ബിലിറൂബിൻ. ഏജ് ആയ 120 ഡേയ്സ് അപ്രോക്സിമേറ്റ് പൂർത്തിയായ RBCകളെ സ്പ്ലീനിൽ വെച്ച് ബ്രേക്ക് ചെയ്ത് ഹീമോഗ്ലോബിനെ റിലീസ് ചെയ്യുന്നു. ഹീമോഗ്ലോബിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് അതിലെ ഹീം പോർഷനെ ബിലിറൂബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ബിലിറൂബിന്റെ ഫോർമേഷൻ നടക്കുന്നത് സ്പ്ലീനിലാണ്. ഈ സ്പ്ലീനിൽ നിന്നും ബിലിറൂബിൻ ബ്ലഡ് വഴി ലിവറിലെത്തുന്നു. ലിവറിലെത്തി ലിവറിനുള്ളിൽ കോൺജുഗേഷൻ നടക്കുന്നു. കാരണം കോൺജുഗേറ്റ് ചെയ്യാത്ത ബിലിറൂബിൻ ഇൻസോല്യൂബിൾ ആണ്. അതിനെ സോല്യൂബിൾ ആക്കി ഇൻറ്റസ്റ്റൈനിലേക്ക് ലിവർ വഴി എക്സ്ക്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ലിവറിൽ വെച്ച് ബിലിറൂബിൻ ഗ്ലൂക്കറോണിക് ആസിഡുമായി ചേർന്ന് ബിലിറൂബിൻ ഗ്ലൂക്കറനേറ്റ് അഥവാ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഫോം ചെയ്യുന്നു. ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ വളരെ കുറഞ്ഞ അളവിൽ രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടാറുണ്ട്, വളരെ കുറഞ്ഞ അളവിൽ. ബാക്കി കോൺജുഗേറ്റഡ് ബിലിറൂബിൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് അത് സ്റ്റൂൾ വഴി പ്രോസസ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. ലിവറിനുണ്ടാകുന്ന ചില രോഗങ്ങൾ ഈ ബിലിറൂബിന്റെ ശരിയായ രീതിയിലുള്ള എക്സ്ക്രീഷനെ തടസ്സപ്പെടുത്തും. ഈ കോൺജുഗേറ്റ് ചെയ്ത ബിലിറൂബിൻ ബൈൽ വഴി സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പൂർണ്ണമായിട്ടും പോകാതെ കൂടിയ അളവിൽ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. അങ്ങനെ ബ്ലഡിലുള്ള കോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവ് വർദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ യൂറിനിൽ കൂടി പുറത്തേക്ക് വരുന്നു. അങ്ങനെ യൂറിനിൽ കൂടി പുറത്തേക്ക് വരുന്ന കോൺജുഗേറ്റഡ് ബിലിറൂബിനെയാണ് യൂറിൻ ബൈൽ പിഗ്മെന്റ് എന്ന് നാം വിളിക്കുന്നത്. ഇപ്പൊ സ്പ്ലീനിൽ പ്രൊഡ്യൂസ് ചെയ്ത് ബ്ലഡ് വഴി ലിവറിലേക്ക് എത്തുന്ന അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ലിവറിൽ വെച്ച് കോൺജുഗേഷന് വിധേയമായി സ്വാഭാവികമായിട്ടും ബൈൽ വഴി സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ ലിവറിന് ഉണ്ടാകുന്ന ചില രോഗങ്ങൾ കാരണം ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ കൂടിയ അളവിൽ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയും യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതിനാണ് നമ്മൾ യൂറിനറി ബൈൽ പിഗ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുക. ഈ ബൈൽ പിഗ്മെന്റ് ഒരു പ്രത്യേകത, അത് ലൈറ്റ് സെൻസിറ്റീവ് ആണ്. ലൈറ്റ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റുമായിട്ട് അതല്ലെങ്കിൽ സ്ട്രോങ് ലൈറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ അത് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് സ്പെസിമെൻ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രഷ് സാമ്പിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ബ്രൗൺ കളർ ബോട്ടിലിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രണ്ട് രീതിയിലുള്ള ബിലിറൂബിൻ അതായത് ബൈൽ പിഗ്മെന്റുകളാണ് കാണുക. ബിലിറൂബിൻ യെല്ലോ, ബിലിറൂബിൻ ഗ്രീൻ. അതിന്റെ കളർ ഓക്സിഡൈസ്ഡ് ഫോം ആകുമ്പോൾ ഗ്രീൻ ആയിരിക്കും, റെഡ്യൂസ്ഡ് ഫോം ആകുമ്പോൾ യെല്ലോ ആയിരിക്കും. റെഡ്യൂസ്ഡ് ഫോമിൽ നമ്മൾ അതിനെ ബിലിറൂബിൻ എന്നും
ഓക്സിഡൈസ്ഡ് ഫോമിൽ നമ്മൾ അതിനെ ബിലിവേർഡിൻ എന്നാണ് വിളിക്കുക. ബൈൽ പിഗ്മെന്റ്സ് ആർ ആബ്സെന്റ് ഇൻ നോർമൽ യൂറിൻ. ഞാൻ മുമ്പ് പറഞ്ഞു, ഈ ബൈൽ പിഗ്മെന്റ്സ് നോർമൽ യൂറിനിൽ ഉണ്ടാവില്ല. കാരണം ലിവർ കോൺജുഗേറ്റ് ചെയ്ത് ഈ ബിലിറൂബിനെ ഇന്റസ്റ്റൈനിലേക്ക് വിടുന്നു. ഇന്റസ്റ്റൈൻ വഴി അത് സ്റ്റൂളിൽ കൂടി പുറത്തേക്കാണ് പോവുക. പക്ഷേ ചില രോഗങ്ങളിൽ, ഇവിടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, പ്രസന്റ് ഇൻ യൂറിൻ ഇൻ ജോണ്ടിസ്. ജോണ്ടിസ് എന്താണെന്ന് നോക്കാം. ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ ദ യെല്ലോയിഷ് ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. നമ്മുടെ ശരീരത്തിലെ സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിനും ഒരു മഞ്ഞ നിറം വരുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ജോണ്ടിസ് എന്ന് പറയുന്നത്. ഈ മഞ്ഞ നിറം ഉണ്ടാവാനായിട്ടുള്ള കാരണം ബ്ലഡിലുള്ള ബിലിറൂബിന്റെ അളവ് വർദ്ധിക്കുന്നതാണ്. ബ്ലഡിലുള്ള ബിലിറൂബിന്റെ അളവ് വർദ്ധിക്കാനായിട്ടുള്ള കാരണത്തെക്കുറിച്ച് നാം പറഞ്ഞിരുന്നു. അതിലൊരു കാരണം ഞാൻ എടുത്തു പറഞ്ഞത് ലിവറിനുണ്ടാകുന്ന രോഗങ്ങളാണ്. ലിവറിനുണ്ടാകുന്ന രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ്, അതായത് ഇൻഫെക്ഷൻസ് ഉണ്ടാകാം, ലിവറിന് ക്യാൻസർ, മാലിഗ്നൻസി ഉണ്ടാകാം, അല്ലെങ്കിൽ ലിവറിന് സിറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകാം. ഇതിലേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ലിവറിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയോ അല്ലെങ്കിൽ തീരെ കുറഞ്ഞു പോവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഈ ബിലിറൂബിൻ, കോൺജുഗേറ്റ് ചെയ്ത ബിലിറൂബിൻ ധാരാളമായിട്ട് രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അങ്ങനെ രക്തത്തിലുള്ള ബിലിറൂബിന്റെ അളവ് കൂടുന്നു. ഈ കണ്ടീഷന് നമ്മൾ ജോണ്ടിസ് എന്ന് പറയുന്നു. ജോണ്ടിസിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് RBCയുടെ ഹീമോലൈസിസ്, RBC ലൈസ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഇല്ലാതാകുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ ഹീമോലൈസിസ് എന്ന് പറയുന്നത്. RBCയുടെ ഹീമോലൈസിസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഹിമോലൈറ്റിക് അനീമിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. കൂടുതൽ RBC നശിക്കുന്നത് കൊണ്ട് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന കണ്ടീഷനാണ് ഹിമോളിറ്റിക് അനീമിയ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം RBC കൂടുതലായിട്ട് നശിക്കുമ്പോഴേക്കും കൂടുതൽ ബിലിറൂബിൻ പ്രൊഡ്യൂസ് ചെയ്യും. ബ്ലഡിലുള്ള ബിലിറൂബിന്റെ അളവ് സ്വാഭാവികമായിട്ടും വർദ്ധിക്കും. അതും ജോണ്ടിസിന് കാരണമാകാം. എന്നിരുന്നാലും അങ്ങനെ ഉണ്ടാകുന്ന ആ ബിലിറൂബിൻ കോൺജുഗേറ്റ് ചെയ്ത് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ലിവറിന് കൃത്യമായിട്ട് കഴിയുന്നത് കൊണ്ട് ഹിമോളിറ്റിക് അനീമിയ പോലുള്ള കാരണം കൊണ്ടുണ്ടാകുന്ന ജോണ്ടിസിൽ യൂറിൻ ബൈൽ പിഗ്മെന്റ്സിന്റെ അളവ് വർദ്ധിക്കാറില്ല. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം, കോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവ് രക്തത്തിൽ വർദ്ധിച്ചാലാണ് യൂറിനിൽ ബൈൽ പിഗ്മെന്റ്സ് കാണപ്പെടുക. ഇത് സാധാരണയായി സംഭവിക്കുന്നത് ലിവറിന്റെ രോഗങ്ങളിലാണ്. ലിവറിന് കോൺജുഗേറ്റ് ചെയ്ത ബിലിറൂബിനെ പ്രോപ്പറായിട്ട് പുറന്തള്ളാൻ കഴിയാതെ വന്നാൽ രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്ത് രക്തത്തിലുള്ള ബിലിറൂബിന്റെ അളവ് വർദ്ധിച്ച് അത് യൂറിനിൽ കൂടെ പുറത്തു പോകാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഹീമോളിറ്റിക് അനീമിയ വഴി ധാരാളം ബിലിറൂബിൻ ഉണ്ടാകും. പക്ഷെ ആ ബിലിറൂബിനെ കൃത്യമായിട്ട് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ആരോഗ്യമുള്ള ലിവറിന് സാധിക്കുന്നു. അങ്ങനെ യൂറിൻ കൂടി ബൈൽ കൂടി പുറന്തള്ളി കഴിഞ്ഞാൽ അത് ബ്ലഡിൽ അതിന്റെ അളവ് വർദ്ധിക്കുന്നുമില്ല, യൂറിനിൽ അതിന്റെ പ്രസൻസ് കാണുന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറിനിൽ ബൈൽ പിഗ്മെന്റ്സ് കാണപ്പെടുന്നത് പ്രധാനമായിട്ട് ജോണ്ടിസിലാണ്. ആ ജോണ്ടിസ് ഹെപ്പാറ്റിക്, പോസ്റ്റ് ഹെപ്പാറ്റിക് എന്നീ ജോണ്ടിസുകളിലാണ് കാണുക. പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസിൽ സാധാരണ കാണാറില്ല. പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസിന് ഉദാഹരണമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഹിമോളിറ്റിക് അനീമിയ മൂലം ഉണ്ടാകുന്ന ജോണ്ടിസ്. ഇത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകളെ കുറിച്ചാണ് ഇവിടെ നോക്കുന്നത്. ഫൂഷെ ടെസ്റ്റ്, റിയേജന്റ് ടെസ്റ്റ് സ്ട്രിപ്പുകൾ, ഇവ രണ്ടുമാണ് നമ്മൾ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫൂഷെ ടെസ്റ്റ്, അതിന്റെ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. ബേരിയം ക്ലോറൈഡ് precipitates the sulfate radicals present in urine to form precipitate of barium sulfate. നമ്മൾ യൂറിനിലേക്ക് ബേരിയം ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്യും. ബേരിയം ക്ലോറൈഡ് യൂറിനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ യൂറിനിൽ സ്വാഭാവികമായിട്ട് കാണുന്ന സൾഫേറ്റ് റാഡിക്കളുമായി ബേരിയം ക്ലോറൈഡ് പ്രവർത്തിച്ച് ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. If bile pigments are present in urine,
they adhere to these molecules. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ആ യൂറിൻ സാമ്പിള് ബൈൽ പിഗ്മെന്റ് ഉണ്ടെങ്കിൽ ആ ബൈൽ പിഗ്മെന്റ് ഈ ബേരിയം സൾഫേറ്റുമായിട്ട് പറ്റിപ്പിടിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ ബേരിയം ക്ലോറൈഡ് ആണ് ആഡ് ചെയ്യുന്നത്. ബേരിയം ക്ലോറൈഡ് യൂറിനിലുള്ള സൾഫേറ്റ് റാഡിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്ത് ബേരിയം സൾഫേറ്റ് ഫോം ചെയ്യുന്നത് പ്രസിപ്പിറ്റേറ്റ് ആണ്. പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, കട്ട പിടിക്കുന്നുണ്ട്. ഈ ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റുകളിലേക്ക് ഈ യൂറിനിൽ ബൈൽ പിഗ്മെന്റ് ഉണ്ടെങ്കിൽ അവ പറ്റിപ്പിടിക്കുന്നു. അടുത്ത സ്റ്റെപ്പായിട്ട് നോക്കാം. Ferric chloride present in Fouché reagent then oxidize the yellow bilirubin in presence of trichloroacetic acid to green biliverdin. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതിലേക്ക് ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. ഫ്യൂഷേ റിയേജന്റ് ഇൻഗ്രീഡിയന്റ് ആണ് ഫെറിക് ക്ലോറൈഡ്. ഫെറിക് ക്ലോറൈഡ് ഉൾപ്പെടുന്ന ഫ്യൂഷേ റിയേജന്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഈ ഫെറിക് ക്ലോറൈഡ് യെല്ലോ കളറിലുള്ള ബിലിറൂബിനെ ഓക്സിഡൈസ് ചെയ്ത് ഗ്രീൻ കളറിലുള്ള ബിലിവേർഡിൻ ഫോം ചെയ്യുന്നു. ഈ റിയാക്ഷന് ട്രൈക്ലോറോ അസിറ്റിക് ആസിഡിന്റെ പ്രസൻസ് കൂടി ആവശ്യമുണ്ട്. ഒരു ഗ്രീൻ കളർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എടുത്ത യൂറിൻ സാമ്പിളിൽ ബിലിറൂബിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നാണ്. മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. ഈ ബേരിയം ക്ലോറൈഡ് യൂറിനിലുള്ള സൾഫേറ്റ് റാഡിക്കലുമായിട്ട് പ്രവർത്തിച്ച് ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു പ്രസിപ്പിറ്റേറ്റ്, കട്ട പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ഈ പ്രസിപ്പിറ്റേറ്റ് ആ പ്രസിപ്പിറ്റേറ്റിലേക്ക് ബിലിറൂബിൻ മോളിക്യൂൾസ് പറ്റിപ്പിടിക്കും, അഡ്ഹർ ചെയ്യും. അങ്ങനെ പറ്റിപ്പിടിച്ച ആ മിക്സറിലേക്ക് നമ്മൾ ഫ്യൂഷേ റിയേജന്റ് ആഡ് ചെയ്യുന്നു. ഫ്യൂഷേ റിയേജന്റിലുള്ള ഫെറിക് ക്ലോറൈഡ് ബിലിറൂബിനുമായിട്ട് ട്രൈക്ലോറോ അസിറ്റിക് ആസിഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് ബിലിറൂബിനെ ബിലിവേർഡിൻ ആക്കി മാറ്റുന്നു. ആ ബിലിവേർഡിന്റെ കളറാണ് ഗ്രീൻ കളർ. ഇപ്പൊ ഒരു ബ്ലൂയിഷ് ടു ഗ്രീൻ കളർ ഡെവലപ്പ് ചെയ്താൽ അതിനർത്ഥം ടെസ്റ്റ് പോസിറ്റീവ് ആണ്. അതായത് ആ യൂറിൻ സാമ്പിളിൽ ബൈൽ പിഗ്മെന്റിന്റെ സാന്നിധ്യം ഉണ്ട്. പ്രൊസീജിയർ നമുക്ക് നോക്കാം. ടേക്ക് 5 ml of fresh urine in a test tube. ഫ്രഷ് യൂറിൻ എന്ന് പറയാൻ കാരണം മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ലൈറ്റ് സെൻസിറ്റീവ് ആണ് ഈ ബിലിറൂബിൻ. നമ്മൾ എടുത്ത് കുറെ സമയത്തേക്ക് ലൈറ്റിലൊക്കെ അല്ലെങ്കിൽ എയറിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഓക്സിഡൈസ്ഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള യൂറിൻ സാമ്പിൾ എടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ആഡ് 2 ml of barium chloride solution and mix. ബേരിയം ക്ലോറൈഡ് എന്തിനു വേണ്ടിയാണ് ആഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പ്രിൻസിപ്പലി കണ്ടതാണ്. ഈ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ യൂറിനിലുള്ള സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പില് ഫിൽട്ടർ യൂസിങ് ഫിൽട്ടർ പേപ്പർ. ഫിൽട്ടർ പേപ്പർ നമുക്കറിയാം. ഒരു ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് ഈ പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെൻട്രിഫ്യൂജ് ചെയ്യുക. സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ ഈ പ്രസിപ്പിറ്റേറ്റ് താഴെ അടിഞ്ഞുകൂടും. അങ്ങനെ അടിഞ്ഞുകൂടി കഴിയുമ്പോൾ അതിന് സൂപ്പർനൈറ്റിന് ഒഴിവായി കഴിഞ്ഞാൽ ഈ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നാലാമത്തെ സ്റ്റെപ്പില് ഡ്രൈ ദ റെസിഡ്യൂ ഇൻ ദ ഫിൽട്ടർ പേപ്പർ. നമ്മൾ ഫിൽട്ടർ പേപ്പറാണ് ഉപയോഗിച്ചതെങ്കിൽ ആ റെസിഡ്യൂ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കുക. എയറിൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു ഫാനിന്റെ കീഴിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡ്രൈ ആകും. ആഡ് 2 drops of ഫ്യൂഷേ റിയേജന്റ് ടു ദ റെസിഡ്യൂ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ഫ്യൂഷേ റിയേജന്റ് 2 ഡ്രോപ്പ് ആഡ് ചെയ്യുക. A green or blue color indicates bile pigment. ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ കളർ ഡെവലപ്പ് ചെയ്താൽ അതിന്റെ അർത്ഥം ഈ യൂറിനിൽ ബൈൽ പിഗ്മെന്റ് ഉണ്ട്. ബൈൽ പിഗ്മെന്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജോണ്ടിസ്, മഞ്ഞപ്പിത്തം എന്നും മഞ്ഞക്കാമല എന്നും പറയപ്പെടുന്ന ജോണ്ടിസ് എന്ന് പറയുന്ന രോഗത്തിലാണ് ഈ ബൈൽ പിഗ്മെന്റ് യൂറിനിൽ കാണപ്പെടുക. അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. പോസിറ്റീവ് വരുമ്പോൾ അതിന്റെ കളർ ഒരു ബ്ലൂ ഗ്രീൻ കളർ പോസിറ്റീവ് ആയിട്ടുള്ള ഫ്യൂഷേ ടെസ്റ്റിൽ നമുക്ക് കാണാവുന്നതാണ്. കെമിക്കൽ അനാലിസിസിന്റെ ബാക്കി ടെസ്റ്റുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.